പുതിയ ശീലങ്ങളൊന്നും വേണ്ടമ്മേ. ഇത്രയും കാലം ഇവർക്കിതൊന്നും ആരും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. ഇനിയിപ്പോ പുതിയതായിട്ട് ഇതൊന്നും വേണ്ട. നീ എന്താ വസുധ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കുഞ്ഞുങ്ങളാവുമ്പോ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിനു മുമ്പും ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അമ്മേ? അന്നൊന്നും നിങ്ങളാരും ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു പുതുമ? ഇനിയിപ്പോ വസുധ അവിടെ തന്നെ നിൽക്കട്ടെ. ഒരു വിരോധമില്ല. നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സന്തോഷമായി ജീവിച്ചു. അതിനിടയിൽ എന്റെ മകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ മകള് പോരുമെങ്കിലേ കൊണ്ടുവയ്ക്കോ, ഞാൻ തടയില്ല. അവിടെയാണല്ലോ നിന്റെ ഈ കപടമുഖം അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാൻ കാണുന്ന മുഖമല്ല അവരുടെ മുൻപിലെത്തുമ്പോൾ നിനക്ക് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് ആ പാവം ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്നത്. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. കുഞ്ഞെവിടെയായിരുന്നു എന്ന് നിനക്കറിയാമോ ഇല്ലയോ? അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനൊരു സംശയം? ഇന്ന് നീ പോയി കണ്ടത് വസുദേവ് മക്കളെ ആയിരുന്നോ അല്ലയോ? എന്റെ മകൻ എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഗിരി. അമ്മ എന്തു പറ്റി? വസുദേവ് മക്കളെ നാൻസിയുടെ അരികിൽ കൊണ്ടെത്തിച്ചത് നീയാണോ അല്ലയോ? ഞാന് പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അതെല്ലാം ആവുമ്പോഴേക്കും നമുക്ക് ഫണ്ട് റെഡിയാക്കണം. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് നീ എത്രയും പെട്ടെന്ന് പോയി വസുധയെ കാണണമെന്ന്. അവളോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. അവക്കേ നിന്നെ സഹായിക്കാൻ പറ്റും. അമ്മ നടക്കുന്ന കാര്യം എന്തെങ്കിലും പറ. എല്ലാം നടക്കും. അന്നും ഇന്നും അവളാ നിന്റെ ഭാര്യ. അത് മാത്രം നീ ഓർത്താ മതി. കുഞ്ഞു മനസ്സിന്റെ വേദന മനസ്സിലാക്കിയ വസുധ വീണ്ടും സനീഷിന്റെ വീട്ടിൽ ഒരു അഗതിയായി തുടരുമ്പോൾ പ്രതികാരത്തിന്റെ കഥ ഇനി എങ്ങോട്ട്? മകളെ കൈയൊഴിയുവാൻ മുകുന്ദൻ മേനോൻ തയ്യാറാകുമോ? സഹോദരിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായ മാനവ്. മുറപ്പെണ്ണിനോട് തോന്നിയ സ്നേഹം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ദീപു. 1000 കഥാസന്ദർഭങ്ങളും ഒറ്റ കഥാതന്തുവുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.